സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനുവൽ എക്കണോമിക്സിലെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവിനെ പറ്റിയാണ്. അതിൽ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. 5ാമത്തെ പോയിൻ്റാണ് ഹയർ ICs or indifference curves represents higher level of satisfaction than lower ICs. ഏറ്റവും മുകളിലുള്ള ഇൻഡിഫറൻസ് കർവ് താഴെയുള്ള ഇൻഡിഫറൻസ് കർവിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അതാമത്തത് ICs need not be parallel to each other. It so happens because the rate of substitution in different IC schedule need not necessarily be equal. ഒരിക്കലും ICs എന്ത് ചെയ്യില്ല, പാരലൽ ആവില്ല. അത് കാരണം വെച്ചാൽ ICs ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈക്വൽ ആകുന്നില്ല. അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ICs ഒരിക്കലും ഈക്വൽ ആകാത്തത് കൊണ്ട് തന്നെ പാരലൽ ആവില്ല. 7ാമത്തത് straight line ICs indicate that the two products are perfect substitute. സപ്പോസ് IC സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രൊഡക്റ്റ് എന്താണ്, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. 8ാമത്തത് IC will be rectangular in case of the two goods are non substitute. സപ്പോസ് ഗുഡ്സ് നോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെങ്കിൽ അതൊരു റെക്റ്റാങ്കുലർ ടൈപ്പ് ആയിരിക്കും IC ഉണ്ടാവുക. A consumer has generally not one indifference curve but a set of indifference curve. ഒരു കസ്റ്റമറിന് ഒരിക്കലും ഒരു ഇൻഡിഫറൻസ് കർവ് അല്ല ഉണ്ടാവുക, ഒരു സെറ്റ് ഇൻഡിഫറൻസ് കർവാണ് ഉണ്ടാവുക. 10ാമത്തത് എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് നോൺ ആസ് ഇൻഡിഫറൻസ് മാപ്പ്. അങ്ങനെ ഒരു സെറ്റ് ഇൻഡിഫറൻസ് കർവിന് പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് മാപ്പ്. ഇറ്റ് മേ കണ്ടെയ്ൻ എനി നമ്പർ ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് റാങ്ക്ഡ് ഇൻ ദ ഓർഡർ ഓഫ് കൺസ്യൂമർ പ്രിഫറൻസ്. കൺസ്യൂമറിൻ്റെ പ്രിഫറൻസിൻ്റെ ബേസിൽ അതിനെ റാങ്ക് ചെയ്യുന്ന ഒരുപാട് ഇൻഡിഫറൻസ് കർവ്സ് അതിൽ ഉണ്ടാകും. ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതിൽ ഏറ്റവും മുകളിലുള്ള ഇൻഡിഫറൻസ് കർവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയാണ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തത് ആപ്ലിക്കേഷൻ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. അതിൽ ഒന്നാമത് ഹെൽപ്ഫുൾ ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഹെൽപ്ഫുള്ളാണ്. IC യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രൊഡ്യൂസേഴ്സ് ഇക്വിറ്റബിൾ. പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്നുള്ള പോയിന്റിൽ ഇക്വിറ്റബിൾ എന്നുള്ളത് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, പരമാവധി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പ്രൊഡ്യൂസറിന് കിട്ടുന്ന ആ പോയിന്റ് ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് ഹെൽപ്ഫുൾ ഇൻ എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ് ഫോർ ദ കമോഡിറ്റീസ് പൊസസ്ഡ് ബൈ ഈച്ച് അതർ. കസ്റ്റമേഴ്സ് പരസ്പരം സൂക്ഷിച്ചിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അത് കൈമാറ്റത്തിന് ഏത് ഹെൽപ്ഫുള്ളാണ്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഹെൽപ്ഫുള്ളാണ്. മൂന്നാമത്തത് യൂസ്ഡ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് ദ റേറ്റ് അറ്റ് വിച്ച് ദ കമോഡിറ്റീസ് ഓഫ് വൺ country be changed by commodities of another country. ഒരു രാജ്യത്തുള്ള ഒരു പ്രൊഡക്റ്റിനെ വെച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തുള്ള വേറൊരു പ്രൊഡക്റ്റ് ഏതൊരു കറൻസിയിൽ എത്ര എമൗണ്ടിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിന് ഇതെന്ത് ചെയ്യാം, ഹെൽപ്ഫുള്ളാണ്. നാലാമത്തത് യൂസ്ഫുൾ ഇൻ ടാക്സേഷൻ. ഹെൽപ്സ് ദ ഗവൺമെൻറ് ടു ചൂസ് വെദർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ടു ബി ഇമ്പോസ്ഡ്. ഡയറക്റ്റ് ടാക്സ് ആണോ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് 5ാമത്തത് യൂസ്ഫുൾ ഇൻ പബ്ലിക് ഫിനാൻസ്. ദ ഫേമസ് ലോ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ വേ ഓഫ് ഇൻഡിഫറൻസ് കർവ്. മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എന്നുള്ള ആ ലോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലൂടെ പറയാൻ പറ്റും. ഹെൽപ്പ് ടു ദ ഗവൺമെൻറ് ഡിസൈഡിങ് റേഷനിങ് ആൻഡ് സബ്സിഡീസ്. റേഷൻ അല്ലെങ്കിൽ സബ്സിഡീസ് നോക്കി ഫിക്സ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിന് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഹെൽപ്ഫുള്ളാണ്. 7ാമത്തത് യൂസ്ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. അതിനൊക്കെ എന്ത് ചെയ്യാം, സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. 8ാമത്തത് ഹെൽപ്ഫുൾ ഇൻ മെഷറിങ് കൺസ്യൂമർ സർപ്ലസ്.
കസ്റ്റമർ സർപ്ലസ്, അതായത് കസ്റ്റമർ എക്സ്ട്രാ കിട്ടുന്ന ആ ഒരു പോയിൻ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ക്രിറ്റിസൈസ് മോർ ഷോർട്ട് കമ്മിങ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നെഗറ്റീവ് സൈഡാണ് പറയുന്നത്. ഒന്നാമത്തത് ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ. ദ ലോജിക് ഈസ് ദാറ്റ് മാർഷൽ ബട്ട് ടേംസ് ആർ ഡിഫറെൻറ്റ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാർഷലിൻ്റെ കാര്യങ്ങളാണ്, പക്ഷെ ചില മാറ്റങ്ങൾ മാത്രമാണ്. ഹിക്സ് യൂസ്ഡ് പ്രിഫറൻസ് ഇൻ പ്ലേസ് ഓഫ് യൂട്ടിലിറ്റി. അതായത് ഇവിടെ പ്രിഫറൻസിന് പകരം യൂട്ടിലിറ്റി എന്ന് യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓർഡിനൽ ഇൻ പ്ലേസ് ഓഫ് കാർഡിനൽ, കാർഡിനലിന് പകരം ഓർഡിനൽ യൂസ് ചെയ്തു. ആൻഡ് MRS ഇൻ പ്ലേസ് ഓഫ് DMU. ഇങ്ങനെ ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയിട്ട് അത് പഴയ സാധനം തന്നെ പുതിയതാക്കി കൊണ്ടുവന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ ഡീൽ വിത്ത് ഓൺലി 2 ഗുഡ്സ്. അതായത് ഇത് വെറും 2 ഗുഡ്സിനെ പറ്റിയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നുള്ളൂ. ബട്ട് ഇൻ റിയൽ ലൈഫ് സച്ച് കേസസ് ആർ നോട്ട് ഫൗണ്ട്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ ശരിക്കും റിയൽ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. എ കൺസ്യൂമർ ജനറലി സ്പെൻഡ്സ് ഹിസ് ഇൻകം നോട്ട് ഓൺ 2 ഗുഡ്സ് ബട്ട് ഓൺ മോർ ദാൻ 2 ഗുഡ്സ്. അതായത് ഒരു കസ്റ്റമർ 2ൽ കൂടുതൽ പ്രൊഡക്റ്റിനെ മിക്കവാറും എന്ത് ചെയ്യും, ഡീൽ ചെയ്തുകൊണ്ടിരിക്കും. അതായത് വെറും 2 ഗുഡ്സിനെ മാത്രമല്ല കസ്റ്റമർ ഡീൽ ചെയ്യുന്നത്. മൂന്നാമത് റോങ് അസംപ്ഷൻ ഓഫ് റേഷണാലിറ്റി. ദാറ്റ് എ കൺസ്യൂമർ ബിഹേവ് റേഷണലി വെൻ ഹീ ഈസ് സ്പെൻഡിങ് ഹിസ് മണി ഓൺ ഗുഡ്സ്. അതിവിടെ പറയുന്ന കസ്റ്റമർ സാധനം വാങ്ങിക്കുമ്പോൾ റേഷണലായിട്ടാണ് വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ദിസ് അസംപ്ഷൻ ഈസ് നോട്ട് വെരി റിയലിസ്റ്റിക്. ഇതൊരു റിയൽ ലൈഫിലുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ദർ ആർ മെനി കൺസ്യൂമേഴ്സ് ഹു സ്പെൻഡ് ദെയർ മണി ഇൻ എൻ ഇമോഷണൽ ആൻഡ് തോട്ട്ലെസ് മാനർ. ഒരുപാട് കസ്റ്റമേഴ്സ് ഇമോഷണലായിട്ടും അല്ലെങ്കിൽ ചിന്തിക്കാതെയും അവർ സ്പെൻഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കസ്റ്റമർ റേഷണലാണ് എന്ന അസംപ്ഷൻ തെറ്റാണ്, നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും.